മോർണിംഗ്. യോഹന്നാന്റെ സുവിശേഷത്തിലെ 7-ാമത്തെ അധ്യായത്തിൽ 37-38 തിരുവചനങ്ങൾ നമ്മൾ വായിക്കുന്നു. തിരുനാളിൻ്റെ അവസാനത്തെ ദിവസം യേശു എഴുന്നേറ്റ് നിന്ന് ഉദ്ഘോഷിച്ചു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കലേക്ക് വരട്ടെ. വിശുദ്ധ ലിഖിതം സാക്ഷിക്കുന്നത് പോലെ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് നിത്യ ജീവന്റെ ഉറവ പൊട്ടിപ്പുറപ്പെടും. നമുക്കറിയാം, ദൈവവിശ്വാസം എന്ന് പറയുന്ന ഈ ഒരു അനുഭവമാണ്. യേശുവിൽ വിശ്വസിക്കുക, ദൈവമായ കർത്താവ് യേശുവിനെ നമ്മുടെ ഒറ്റ മധ്യസ്ഥനായി ഈ ഭൂമിയിലേക്ക് അയച്ചു എന്ന് വിശ്വസിക്കുക, അവൻ്റെ കൃപയാൽ നിറയുക. അത് നമുക്ക് സംതൃപ്തി തരുന്ന ഒരു അനുഭവമായിട്ട് തീരും തീർച്ചയായിട്ടും. എന്നാൽ നമ്മൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് നോക്കുമ്പോൾ ഒത്തിരി മനുഷ്യരെ കണ്ടുമുട്ടിയിട്ടുണ്ട്. എല്ലാ വിധത്തിലും ഭൗതികമായ സമ്പത്തും സാഹചര്യങ്ങളും ഒക്കെ സന്തോഷിക്കാനുണ്ടെങ്കിലും ഹൃദയത്തിലെ ഒരു വിങ്ങൽ, മനസ്സിൽ മായാത്ത ഒരു നൊമ്പരം. ദർ ഈസ് എ ബ്രോക്കൺനെസ് ഇൻ എവരി ഹ്യൂമൻ പേഴ്സൺ എന്ന് പറയാറുണ്ട്. എല്ലാ മനുഷ്യരിലും ഒരു തകർച്ചയുണ്ട്, എവിടെയോ ഒക്കെ ഒരു പൊട്ടലുണ്ട്, എവിടെയോ ഒക്കെ ചിന്നിച്ചിതറിയ ഒരനുഭവമുണ്ട്. അത് പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ലെന്നേ ഉള്ളൂ. ചിലർക്ക് മക്കളൊക്കെ നല്ല നിലയിലെത്തിയാലും പരാതികളാണ്. അവർക്ക് കിട്ടുന്നത് പോരാ, അല്ലെ അവരെ നോക്കുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങൾ. സ്വന്തം മാതാപിതാക്കളെ വേണ്ടതുപോലെ നോക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യാത്തവരാണ് മക്കൾ തങ്ങളെ നോക്കുന്നില്ല എന്ന് പരാതി പറയുക. അത് വലിയൊരു എന്നാ പറയുന്ന ഒരു വല്ലാത്തൊരു വിരോധാഭാസമാണ്. തങ്ങൾ ജീവിച്ചപ്പോഴൊക്കെ സ്വന്തം കാര്യം നോക്കുകയും ആശുപത്രിയിലായിരുന്നപ്പോഴും പോലും തിരിഞ്ഞു നോക്കാത്ത ഒരു പിടി മക്കളെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കാണുന്നത് എന്താണ്? സ്വാർത്ഥത, സ്വന്തം കാര്യം നോക്കുക. പ്രായമാകുമ്പോഴും മേലാതെ വരുമ്പോഴും സ്വന്തം കാര്യം കൊണ്ട് അവർ വേവലാതിപ്പെടുകയാണ്. മക്കൾ നോക്കുന്നില്ല. സ്വന്തം മാതാപിതാക്കളെ നോക്കിയോ എന്ന് അവർ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. അപ്പം ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു നേർരേഖ. പലപ്പോഴും എല്ലാവരും എന്നല്ല, ഇങ്ങനെയുള്ള മനുഷ്യർ ഒത്തിരി ഉണ്ട് എന്ന് നമ്മൾ ഓർക്കുക. അപ്പം സന്തോഷിക്കാൻ പറ്റുക, യേശുവിൽ പൂർണ്ണമായിട്ട് സന്തോഷിക്കുക, വിശ്വാസത്തോടെ ജീവിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.